ഗാന്ധി ദർശൻ പൊന്നാനി ഉപജില്ലാ കലോത്സവം ഈശ്വരമംഗലം UUP സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഹരീഷ് തണ്ടിലം അധ്യക്ഷനായി. ഗാന്ധി ദർശൻ ജില്ലാ കൺവീനർ PK നാരായണൻ, BPO അജിത് ലുക്ക്, HM ഫോറം കൺവീനർ VK അനസ്, TS ഷോജ, TK സതീശൻ, EPA ലത്തീഫ് എന്നിവർ സംസാരിച്ചു. ഹെഡ്മിസ്ട്രസ് സീന ആന്റണി സ്വാഗതവും ഗാന്ധി ദർശൻ ഉപജില്ലാ കൺവീനർ മുഷ്താഖ് അലി നന്ദിയും പറഞ്ഞു. സമാപന സമ്മേളനം നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ലീഡർ ഫർഹാൻ BM ഉദ്ഘാടനം ചെയ്തു. K പ്രീത, ദീപ മോഹൻ, സീനത്ത്, PM ഹിമ, ഫൈസൽ റഹ്മാൻ നാലകത്ത് എന്നിവർ സംസാരിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൽ AVHSS പൊന്നാനി, വിജയമാത, GHSS മാറഞ്ചേരി ഓവറോൾ ജേതാക്കളായി. UP വിഭാഗത്തിൽ വിജയമാത, CMM UPS എരമംഗലം, GHSS മാറഞ്ചേരി ജേതാക്കളായി. അപ്പോൾ എനിക്ക് ലോകത്തോട് പറയാനുള്ളത് ഉള്ള സന്ദേശം എന്റെ ജീവിതമാണ്. എനിക്ക് ലോകത്തോട് പറയാനുള്ള സന്ദേശം എന്റെ ജീവിതമാണ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എന്റെ ജീവിതത്തിൽ ഞാൻ പുലർത്തിയിരുന്ന, ഞാൻ അനുഷ്ഠിച്ചിരുന്ന, ഞാൻ നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്തിരുന്ന കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം. അതാണ് അദ്ദേഹം പറഞ്ഞത്, എന്റെ ജീവിതമാണ് എനിക്ക് നിങ്ങൾക്കുള്ള സന്ദേശം എന്നാണ് അദ്ദേഹം ആദ്യമേ പറഞ്ഞത്. എന്തായിരുന്നു മഹാത്മാഗാന്ധിയുടെ ജീവിതം? നിങ്ങൾക്കറിയാം, മഹാത്മാഗാന്ധി ആരുടെ മകനാണ്? അച്ഛനാര്, അമ്മയാണ് ആരായിരുന്നു? ഇതൊക്കെ നിങ്ങൾക്കറിയാം, അറിയാലോ. മഹാത്മാഗാന്ധിജിയുടെ അച്ഛന്റെ പേരെന്താണ്? കരംചന്ദ് ഗാന്ധി. അപ്പൊ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് ഗാന്ധിയുടെ, അല്ലേ? അദ്ദേഹത്തെ നമ്മൾ മഹാത്മാവായിട്ട്, പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ട് നമ്മൾ ബഹുമാന പുരസ്സരം മനസ്സിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മാതാവ് അഥവാ അമ്മയാരായിരുന്നു? പുത്രി. അദ്ദേഹത്തിന്റെ വൈഫോ ആണ്. അപ്പൊ നിങ്ങൾ ഗാന്ധിജിയെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് അല്ലെ നമുക്ക് ബോധ്യപ്പെടുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു കുടുംബത്തിലാണ് ജനിച്ചത്. സംശയമുണ്ടോ? നല്ല സംഭവം, കുഴപ്പമില്ലാതെ ഗുജറാത്തിലെ പോർബന്തറിലെ സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷെ അദ്ദേഹം ഒരിക്കലും നമ്മളെ പോലെ ഷർട്ട് ഇട്ട്, പാന്റ് ഇട്ട്, അല്ലെ, കൂളിംഗ് ഗ്ലാസ് ഇട്ട്, പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം എങ്ങനെയായിരുന്നു? ഒരു മുണ്ടെടുത്ത്, തട്ടുടുത്ത്, ഒരു തോൾ. ഒരു കാര്യം ചോദിക്കട്ടെ, ക്യാബിൻ ക്രൂ ആൻഡ് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പറക്കാനായി 50 വർഷത്തെ അക്കാഡമിക് പ്രവർത്തന പരിചയമുള്ള അക്ബർ ഗ്രൂപ്പിന്റെ അയാട്ട അംഗീകൃത ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായ അക്ബർ ക്യാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും +2 കഴിഞ്ഞ ആർക്കും ഡിപ്ലോമ ഇൻ ക്യാബിൻ ക്രൂ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ്, BBA വിത്ത് എയർപോർട്ട് ഓപ്പറേഷൻസ് അക്ബർ ട്രാവൽസിന് അണ്ടർ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവൽ ട്രെയിനിങ്ങും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നിങ്ങൾക്ക് ഉറപ്പാണ്. അതോടൊപ്പം എക്സ്പീരിയൻസ് ട്രെയിനേഴ്സ്, മോക്ക് ഇന്റർവ്യൂസ് എന്നീ കരിയർ ഡെവലപ്മെന്റ് സപ്പോർട്ട്സും ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു. ഇനിയും വൈകണ്ട, നിങ്ങളുടെ കരിയർ ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായല്ലേ? അഡ്മിഷനും മറ്റു ഡീറ്റെയിൽസിനുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ബർ ക്യാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുക.